പഴയ മികച്ച മസ്റ്റ് വാച്ച് ആയിട്ടുള്ള വിദേശ ത്രില്ലർ സിനിമകൾ പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന്. ഈ ഒരു സിനിമ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മികച്ച 10 ത്രില്ലർ സിനിമകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു സെപ്പറേറ്റ് റിവ്യൂ അർഹിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഇതാ ഒരു കിടിലൻ 90s ത്രില്ലർ മൂവി റെക്കമെൻഡേഷൻ. തീവ്രവാദത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് ഈ സിനിമയിലെ നായകനായിട്ടുള്ള മൈക്കൽ. തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരന് ഒരു ഹോണ്ടിങ് പാസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ മൈക്കലിന്റെ അയൽപ്പക്കത്തായിട്ട് പുതുതായിട്ട് താമസിക്കാൻ എത്തിയവർ അതൊരു ഫാമിലിയാണ്. അവർ ടെററിസ്റ്റുകളാണോ എന്ന് അയാൾക്ക് സംശയം തോന്നുന്നു. അവരെക്കുറിച്ചുള്ള അയാളുടെ അന്വേഷണങ്ങളും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഒരു കിടിലൻ ക്ലൈമാക്സും മാരക ട്വിസ്റ്റും തരുന്ന ഒരു സിനിമ കൂടിയാണ്. നിങ്ങൾ ട്വിസ്റ്റ് ഉണ്ട് എന്ന് കരുതി അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പടം കണ്ടാൽ പോലും കറക്റ്റായിട്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ ഉള്ള ഒരു സാധ്യത കുറവാണെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. അജ്ജാതി എൻഡിങ് ആണ്. ഞാൻ ഈ പടം ഇപ്പോഴും ഓർത്തിരിക്കുന്നതിന്റെ കാരണം തന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് കൊണ്ടാണെന്ന് പറയാം. പറഞ്ഞു വരപ്പിക്കുന്നില്ല. ചിത്രം മാർക്ക് സ്പെല്ലിംഗ്ടൺ സംവിധാനം ചെയ്ത 1999 റിലീസായ ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ അർലിംഗ്ടൺ റോഡ്. തുടക്കമൊക്കെ ഒരു സാധാരണ പടം എന്നൊരു ഫീലൊക്കെ ചെയ്ത് പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് പടം മാറുമ്പോൾ മുതൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു സിനിമയാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോഴേക്കും വളരെ ഇന്റൻസ് ആയിട്ടുള്ള പിരിമുറുക്കം നിറഞ്ഞ രീതിയിൽ പടം ഗംഭീരമായിട്ട് മാറുകയാണെന്ന് പറയാം. ആൻഡ് പടം കണ്ടു കഴിയുമ്പോൾ ആ ഒരു ക്ലൈമാക്സ് കൊണ്ട് മാത്രം നിങ്ങൾ ഈ സിനിമ കുറെ കാലമെങ്കിലും ഓർത്തിരിക്കുകയും ചെയ്യും. സോ ചുരുക്കത്തിൽ ഒരു പാരനോയ ത്രില്ലർ ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഷോഷങ്ക് റിഡംഷനിലെ നായകനുണ്ടല്ലോ ടിം റോബിൻസ്, പുള്ളിയും അതുപോലെ ജെഫ് ബ്രിഡ്ജസുമാണ് ഇതിലെ പ്രധാന വേഷങ്ങൾ വരുന്നത്. അതായത് അയൽക്കാരനായിട്ട് ടിം റോബിൻസും പ്രൊഫസറായിട്ട് ജെഫ് ബ്രിഡ്ജസും ആണ് വരുന്നത്. രണ്ടുപേരും ഗംഭീര പെർഫോമൻസ് ആണ്. പ്രൊഫസറുടെ കാമുകിയായിട്ട് വരുന്ന ഹോപ്പ് ഡേവിസും അതുപോലെ അയൽക്കാരന്റെ ഭാര്യയായിട്ട് വരുന്ന ജോവാൻ കുസാക്കും മികച്ച പ്രകടനം തന്നെയാണ്. പടത്തിൽ അഭിനയിച്ച കുട്ടികളും കൊള്ളാമായിരുന്നു. ഇനി ടെക്നിക്കൽ സൈഡില് ആ ഒരു കാലഘട്ടത്തിലെ ടെക്നോളജി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമ തന്നെയാണ്. സ്റ്റാർട്ടിംഗ് സീൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, രസമാണ്. പടം മുമ്പോട്ട് കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ഒരു മിസ്റ്ററി സ്വഭാവം കൊണ്ടുവരുന്ന ഒരു രംഗമാണ് ഇതിന്റെ ആദ്യത്തെ സീൻ. ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ലതാണ്. 1999 ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം പരിഗണിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടി. അക്കാലത്തെ ടെക്നോളജി, മേക്കിംഗ് സ്റ്റൈലിലൊക്കെ കൊണ്ട് ചെറിയ ചില പോരായ്മകളൊക്കെ സിനിമയ്ക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ വെർത്ത് വാച്ച് ആയിട്ടുള്ള, പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു മികച്ച ത്രില്ലർ സിനിമയാണ് അർലിംഗ്ടൺ റോഡ്. എല്ലാ കാലത്തും ഈ സിനിമ ഇഷ്ടപ്പെടുന്നവർ ഇതിന്റെ ആ ഒരു മാരക ക്ലൈമാക്സ് ട്വിസ്റ്റ് കൊണ്ട് ഈ പടം ചർച്ചയാക്കാറുണ്ട്. സോ എനിക്കും ഇതിന്റെ എൻഡിങ് ഒരുപോലെ ഹോണ്ടിങ്ങും അതുപോലെ തന്നെ വളരെയധികം ഇഷ്ടവുമാണ്. സോ ഞാൻ ഈ പടം ത്രില്ലർ പ്രേമികൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇനിയും ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ സിനിമ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു മെയിൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമല്ല. സോ നിങ്ങൾക്ക് ഈ പടം കാണാൻ വേണ്ടി ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കേണ്ടി വരും, അത് ഓർക്കുക. ഇതിന്റെ മലയാളം സബ് ടൈറ്റിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഇംഗ്ലീഷ് പടങ്ങൾ സാധാരണ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ചാണ് കാണാറുള്ളത്. ഇതിന്റെ IMDb റേറ്റിംഗ് 7.2 ഔട്ട് ഓഫ് 10 ആണ്. 1 മണിക്കൂർ 57 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. സിനിമയുടെ പ്രമേയം കൊണ്ട് ഇത് കുട്ടികൾക്ക് കാണാനുള്ള സിനിമയല്ല എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.